Hello friends, welcome to Aim for PSC യൂട്യൂബ് ചാനൽ. എയിം ഫോർ PSCയുടെ കറണ്ട് അഫയേഴ്സ് സീരീസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് 2025 ഓഗസ്റ്റ് 1 PSC ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. നമ്മൾ ആദ്യം നോക്കുന്നത് JC ഡാനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരങ്ങളാണ്. മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ഫെമിനിച്ചി ഫാത്തിമയാണ്. JC ഡാനിയൽ ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ച മികച്ച ചിത്രം ഫെമിനിച്ചി ഫാത്തിമ. മികച്ച സംവിധായകൻ മഞ്ഞുമേൽ ബോയ്സ് എന്ന സിനിമയുടെ സംവിധായകനായ ചിദംബരമാണ്. മികച്ച നടൻ ആസിഫ് അലി. മികച്ച നടി ചിന്നു ചാന്ദിനി. അപ്പോൾ JC ഡാനിയൽ ഫൗണ്ടേഷൻ പുരസ്കാരങ്ങൾ ലഭിച്ച മികച്ച ചിത്രം ഫെമിനിച്ചി ഫാത്തിമ, മികച്ച സംവിധായകൻ ചിദംബരം, മികച്ച നടൻ ആസിഫ് അലി, മികച്ച നടി ചിന്നു ചാന്ദിനി. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് അല്ലേ? അപ്പം നമ്മൾ ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ പഠിക്കുമ്പോൾ അതിൽ നിന്നും എങ്ങനെ ക്വസ്റ്റ്യൻ വരും എന്നൊന്ന് മനസ്സിലാക്കി പഠിക്കുക. നമ്മൾ തനിയെ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്ത് പഠിക്കുക. അപ്പം നമുക്ക് കുറച്ചും കൂടെ അത് മനസ്സിലാക്കി പഠിക്കാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ JC ഡാനിയൽ ഫൗണ്ടേഷൻ പുരസ്കാരം വൺ വേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് എല്ലാവർക്കും അറിയാം. അല്ലാതെ പ്രസ്താവന ചോദ്യങ്ങൾ വരുന്നത് നമ്മൾ സ്വയം ഒന്ന് ഫ്രെയിം ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരാം. ചുവടെ തന്നിരിക്കുന്നവയിൽ JC ഡാനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരവുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏത്? അങ്ങനെ തന്നിട്ട് മികച്ച ചിത്രം ഫെമിനിച്ചി ഫാത്തിമ, മികച്ച നടൻ ടൊവിനോ തോമസ്, മികച്ച നടി ചിന്നു ചാന്ദിനി, മികച്ച സംവിധായകൻ ചിദംബരം. അപ്പം ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്ന് ചോദിക്കും. അപ്പോൾ മികച്ച നടൻ ആസിഫ് അലിയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ സ്വയം ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കി പഠിക്കാൻ പറ്റും. അടുത്തത് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ രാജിവെച്ചു. അന്ന് പുതിയ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പം പുതിയ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുമ്പം അതൊന്ന് നോട്ട് ചെയ്തേക്കുക. പുതിയ ഗോവ ഗവർണർ പുസാപതി അശോക് ഗജപതി രാജു. പുതിയ ഗോവ ഗവർണർ പുസാപതി അശോക് ഗജപതി രാജു. പുതിയ ഹരിയാന ഗവർണർ അശ്വിൻ കുമാർ ഘോഷ്. പുതിയ ഹരിയാന ഗവർണർ അശ്വിൻ കുമാർ ഘോഷ്. ലഡാക്കിലെ പുതിയ ലഫ്റ്റനന്റ് ഗവർണർ കവീന്ദർ ഗുപ്ത. ലഡാക്കിലെ പുതിയ ലഫ്റ്റനന്റ് ഗവർണർ കവീന്ദർ ഗുപ്ത. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അടുത്തത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യക്കാരനായ ശുഭാംശു ശുക്ല 18 ദിവസം ISSൽ ചെലവിട്ട ശേഷം ജൂലൈ 15 ഭൂമിയിൽ തിരിച്ചെത്തി. ഈ ഒരു പോയിന്റിൽ നിന്ന് ധാരാളം ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. പ്രസ്താവനകളായിട്ട് തന്നെ പ്രതീക്ഷിക്കാം. ശുഭാംശു ശുക്ല അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോയ ദൗത്യത്തിൻ്റെ പേര് ആക്സിയം ഫോർമേഷൻ ആണല്ലേ. ആ ദൗത്യത്തിൻ്റെ പേര്, അതെന്നാണ് പോയത്, പോയ വാഹനത്തിൻ്റെ പേര്, എത്ര ദിവസം ചെലവഴിച്ചു, എന്നാണ് തിരിച്ചെത്തിയത്, ഇവയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുക. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ആക്സിയം ഫോർ മിഷൻ എന്നുള്ളൊരു ഷോർട്സിൽ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ അത് കണ്ട് പഠിക്കുക കേട്ടോ. അടുത്തത് സെൻസസ് കമ്മീഷണറേറ്റിൻ്റെ സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം റിപ്പോർട്ട് 2022 പ്രകാരം 2018-2022 കാലയളവിൽ രാജ്യത്ത് ശരാശരി ആയുർദൈർഘ്യത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ്. 2018-2022 കാലയളവിൽ രാജ്യത്ത് ശരാശരി ആയുർദൈർഘ്യത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ്. അടുത്തത് ട്വിറ്ററിന്റെ സഹസ്ഥാപകനും മുൻ CEOയുമായ ജാക്ക് ഡോർസി പുറത്തിറക്കിയ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമാണ് ബിഗ് ചാറ്റ്. അപ്പോൾ ബിഗ് ചാറ്റ് ആര് പുറത്തിറക്കിയ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമാണ്? ജാക്ക് ഡോർസി. അദ്ദേഹം ട്വിറ്ററിന്റെ സഹസ്ഥാപകനും മുൻ CEOയുമാണ്. അടുത്തത് നീതി ആയോഗിന്റെ ഗോൾ ഓഫ് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീങ് ഇൻഡെക്സ് 2023-24
1-ാം സ്ഥാനം നേടിയ സംസ്ഥാനമാണ് ഗുജറാത്ത്. കേരളത്തിന് 4-ാം സ്ഥാനമാണ്. അപ്പോൾ നീതി ആയോഗിന്റെ ഗോൾ ഓഫ് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ഇൻഡെക്സ് 2023-24 1-ാം സ്ഥാനം നേടിയത് ഗുജറാത്തും 4-ാം സ്ഥാനത്ത് കേരളവുമാണ്. അടുത്തത്, ഒറ്റയ്ക്കായ വയോധികർക്ക് സാന്ത്വനമേകാൻ സാമൂഹിക നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് സല്ലാപം. അപ്പം സല്ലാപം എന്ന് പറയുന്ന പദ്ധതി എന്തിൻ്റെയാണ്? ഒറ്റയ്ക്കായ വയോധികർക്ക് സാന്ത്വനമേകാൻ സാമൂഹിക നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി. അടുത്തത്, ക്ലബ് ഫുട്ബോൾ ലോകകപ്പ് കിരീടം നേടിയത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ടീമായ ചെൽസിയാണ്. ക്ലബ് ഫുട്ബോൾ ലോകകപ്പ് കിരീടം നേടിയത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ടീമായ ചെൽസി. അടുത്തത്, അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ടെസ്റ്റ് ബൗളിംഗ് റാങ്കിങ്ങിൽ 1-ാമതെത്തിയത് ഇന്ത്യയുടെ ജസ്പ്രീത് ബുംറയാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ടെസ്റ്റ് ബൗളിംഗ് റാങ്കിങ്ങിൽ 1-ാമതെത്തിയത് ഇന്ത്യൻ താരമായ ജസ്പ്രീത് ബുംറ. അടുത്തത്, ഫിഡെ 2025 ചെസ് ലോകകപ്പ് വേദി ഇന്ത്യയാണ്. ഫിഡെ 2025 ചെസ് ലോകകപ്പ് വേദി ഇന്ത്യ. ഈ വർഷത്തെ ഭരത് ഗോപി പുരസ്കാരം ലഭിച്ചത് ഇന്ദ്രൻസിനാണ്. മാർ ഗ്രിഗോറിയോസ് പുരസ്കാരം ലഭിച്ചത് ഇൻഫോസിസ് സഹസ്ഥാപകൻ ക്രിസ് ഗോപാലകൃഷ്ണനാണ്. NK സാനു ഗുരുപ്രസാദ പുരസ്കാരം നേടിയത് NS മാധവൻ. അടുത്തത്, സംസ്ഥാന സർക്കാരിന്റെ 2023 കലാപുരസ്കാരങ്ങൾക്ക് അർഹരായവർ ആരൊക്കെയാണെന്ന് നോക്കാം. ചെണ്ട കലാകാരന്മാരായ കുറൂർ വാസുദേവൻ നമ്പൂതിരി, മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ, മദ്ദളം കലാകാരനായ കലാമണ്ഡലം ശങ്കരവാര്യർ, കൂടിയാട്ടം കലാകാരിയായ PN ഗിരിജാദേവി. അപ്പം ഈ അവാർഡുകൾ പഠിക്കുമ്പോൾ അവർ ഏത് മേഖലയിലാണ് പ്രശസ്തരായതെന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ എക്സാമിന് ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. കലാമണ്ഡലം ശങ്കരവാര്യർ ഏത് മേഖലയുമായി അല്ലെങ്കിൽ ഏത് വാദ്യോപകരണമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മദ്ദളമാണല്ലേ. അപ്പം അങ്ങനെ ഓരോരുത്തരുടെയും മേഖലകൾ കൂടി ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്തേക്കാം. അടുത്തത്, ഡ്രോണിൽ നിന്ന് തൊടുക്കാവുന്ന പ്രിസിഷൻ ഗൈഡഡ് മിസൈൽ ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ചു. ഡ്രോണിൽ നിന്ന് തൊടുക്കാവുന്ന പ്രിസിഷൻ ഗൈഡഡ് മിസൈൽ ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ചു. അടുത്തത്, ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ ആദ്യ പോലീസ് സ്റ്റേഷനാണ് ആലപ്പുഴ ജില്ലയിലെ അർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ ആദ്യ പോലീസ് സ്റ്റേഷൻ ഏതാണ്? ആലപ്പുഴ ജില്ലയിലെ അർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ. അടുത്തത്, മനുഷ്യനും ആനയും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കുന്നതിനായി ഗജമിത്ര പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനമാണ് ആസാം. മനുഷ്യനും ആനയും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കുന്നതിനായി ഗജമിത്ര പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ആസാം. അടുത്തത്, രാജ്യത്തെ ശുചിത്വ നഗരങ്ങളിൽ 1-ാം സ്ഥാനം മധ്യപ്രദേശിലെ ഇൻഡോറിനാണ്. രാജ്യത്തെ ഏറ്റവും വൃത്തിയുള്ള നഗരമാണ് മധ്യപ്രദേശിലെ ഇൻഡോർ. അടുത്തത്, മഹാരാഷ്ട്രയിലെ നഗരമായ ഇസ്ലാംപൂരിന്റെ പേര് ഈശ്വർപൂർ എന്ന് മാറ്റി. അടുത്തത്, രാജ്യത്തെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് തമിഴ്നാട്ടിലെ ആനമല കടുവാ സങ്കേതത്തിലാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. രാജ്യത്തെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് തമിഴ്നാട്ടിലെ ആനമല കടുവാ സങ്കേതത്തിലാണ്. അടുത്തത്, ആഴക്കടൽ ഡൈവിങ്ങിനും രക്ഷാപ്രവർത്തനത്തിനും ഉപകരിക്കുന്ന ആദ്യ തദ്ദേശീയ നിർമ്മിത യുദ്ധക്കപ്പലാണ് INS നിസ്താർ. ആഴക്കടൽ ഡൈവിങ്ങിനും രക്ഷാപ്രവർത്തനത്തിനും ഉപകരിക്കുന്ന ആദ്യ തദ്ദേശീയ നിർമ്മിത യുദ്ധക്കപ്പലാണ് INS നിസ്താർ. അടുത്തത്, അരുണാചൽ പ്രദേശിലെ നാംദഫ നാഷണൽ പാർക്കിൽ നിന്ന് നീല അസ്ഥികളും പച്ച രക്തവുമുള്ള പട്കായ് പച്ചമരത്തവളയെ കണ്ടെത്തി. അരുണാചൽ പ്രദേശിലെ നാംദഫ നാഷണൽ പാർക്കിൽ നിന്ന് കണ്ടെത്തിയ പച്ചമരത്തവളയുടെ പേരെന്താണ്? പട്കായ് പച്ചമരത്തവള. അതിന്റെ പ്രത്യേകത എന്താണ്? നീല അസ്ഥികളും പച്ച രക്തവുമാണ് ഉള്ളത്. അടുത്തത്, കർണാടകയിലെ ശിവമോഗയിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ 2ാമത്തെ കേബിൾ സ്റ്റേഡ് പാലമായ സിഗന്തൂർ പാലം
ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഇന്ത്യയിലെ രണ്ടാമത്തെ കേബിൾ സ്റ്റേഡ് പാലമാണ് സിഗന്തൂർ പാലം. എവിടെയാണ്? കർണാടകയിലെ ശിവമോഗയില്. അപ്പോൾ ഒന്നാമത്തെ കേബിൾ സ്റ്റേഡ് പാലം എവിടെയാണ്? അത് ഗുജറാത്തിലാണ്. ഗുജറാത്തിലെ സുദർശൻ സേതു ആണ്. അടുത്തത് വനിതാ ചെസ് ലോകകപ്പ് ചാമ്പ്യൻ ഇന്ത്യയുടെ ദിവ്യ ദേശ്മുഖ് ആണ്. ഇമ്പോർട്ടന്റ് ആണ്. വനിതാ ചെസ് ലോകകപ്പ് ചാമ്പ്യൻ ഇന്ത്യയുടെ ദിവ്യ ദേശ്മുഖ്. ചെസ് ലോകകപ്പ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ്. അവർ തോൽപ്പിച്ചത് ഇന്ത്യയുടെ തന്നെ കൊനേരു ഹംപിയാണ്. അടുത്തത് കേരള മുൻ മുഖ്യമന്ത്രി BS അച്യുതാനന്ദൻ അന്തരിച്ചു. അടുത്തത് മാരത്തൺ മുത്തശ്ശൻ എന്നറിയപ്പെടുന്ന മാരത്തൺ ഓട്ടക്കാരൻ ഫൗജ സിംഗ് അന്തരിച്ചു. അടുത്തത് ആധുനിക ഇന്ത്യൻ നാടകവേദിയുടെ പ്രഥമ സ്ഥാനീയനായ പ്രയോക്താവ് രഥൻ ധിയം അന്തരിച്ചു. അടുത്തത് ഇതിഹാസ റെസ്ലിംഗ് താരം ഹൾക്ക് ഹോഗൻ അന്തരിച്ചു. അപ്പൊ ചിലപ്പോൾ ഹൾക്ക് ഹോഗൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കും എന്നൊക്കെ ക്വസ്റ്റ്യൻ വരാവുന്നതാണ്. അടുത്തത് പ്രശസ്ത കാലാവസ്ഥാ ശാസ്ത്രജ്ഞയും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് മുൻ പ്രൊഫസറും പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ പ്രൊഫസർ മാധവ് ഗാഡ്ഗിലിന്റെ ഭാര്യയുമായ സുലോചന ഗാഡ്ഗിൽ അന്തരിച്ചു. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് 2025 ഓഗസ്റ്റ് 1 PSC ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ ക്ലാസ്സുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. നമ്മുടെ ക്ലാസ്സുകളൊക്കെ തുടർന്നും കാണുക. അപ്പോൾ പുതിയൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു. ഹാപ്പി ലേണിംഗ്.